السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل വഴിവിളക്കിലെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസുകളിൽ നാം സംസാരിച്ചത് ഷിർക്കിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാം എന്ന ഫൈസൽ മുസ്ലിയാരുടെ വിസ്ഡംകാരുടെ അൽ ഇജാബ എന്ന പരിപാടിയിലെ മറുപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതും വിസ്ഡംകാർ നിലകൊള്ളുന്നതുമായ നിലപാടും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കും സലഫി പണ്ഡിതന്മാരുടെ നിലപാടുകൾക്കും തീർത്തും വിരുദ്ധമായ കാര്യമാണ് എന്നതാണ് കഴിഞ്ഞ 3 ഭാഗങ്ങളിലായി വിശദീകരിക്കപ്പെട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഫൈസൽ മുസ്ലിയാരുടെ രണ്ടാമത്തെ വാചകമാണ്. ആ മറുപടിയിലെ രണ്ടാമത്തെ വാചകം. എന്തുകൊണ്ട് ഈ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നതിൽ അദ്ദേഹം കാരണം പറയുന്നത്, കാരണം പ്രത്യക്ഷത്തിൽ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി നിലകൊണ്ട് അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്തു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലുകയും എന്നിട്ട് ശിർക്ക് ചെയ്ത് മരിച്ചുപോയവരെയും കുറിച്ച് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാം എന്നതിന് കാരണം അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി ജീവിച്ച് അങ്ങനെ നിലകൊണ്ട് അങ്ങനെ മരിച്ചവരാണ്. ഇതെങ്ങനെയാണ് വാസ്തവമായി തീരുക? പ്രത്യക്ഷത്തിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാൾ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് നിലകൊണ്ട് അങ്ങനെ മരിച്ചു പോവുകയും ചെയ്യണം. അപ്പോഴാണ് അയാളെക്കുറിച്ച് മുസ്ലിം എന്ന് പറയുക. ഫൈസൽ മുസ്ലിയാർ എവിടെ നിന്നാണ് ഇത് മനസ്സിലാക്കിയത് എന്നറിയില്ല. ഈ ആളുകൾ മുസ്ലിമായി ജനിച്ചവരാണോ? അല്ല. കാരണം സമസ്തക്കാരുടെ തന്നെ വാദം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ പാരമ്പര്യമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുഷ്ഠിച്ചു വരുന്നവരാണ് എന്നാണ്. ഇന്ന് മുസ്ലിമായ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. പാരമ്പര്യമായി ഖബറാരാധകരായി നിലകൊള്ളുന്നവരാണ് സമസ്തക്കാർ. അതേ ആശയം വെച്ച് പുലർത്തുന്ന ഇനി ഏത് പേരിൽപ്പെട്ടവരാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾ ജനിക്കുമ്പോൾ മുസ്ലിമായിട്ടല്ല ജനിക്കുന്നത്, ശിർക്ക് ചെയ്ത മാതാപിതാക്കളുടെ മകനായി ജനിക്കുന്നു. അപ്പൊ മുസ്ലിമായി ജനിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ മുസ്ലിമായി ജീവിക്കുകയും ചെയ്തു എന്നാണ്. നിലകൊണ്ടവർ എങ്ങനെയാണ് മുസ്ലിമായി നിലകൊള്ളുക? ശിർക്ക് പഠിപ്പിക്കുന്ന മദ്രസകളിൽ പഠിക്കുകയും ദർസിൽ പഠിക്കുകയും കോളേജിൽ പഠിക്കുകയും മദ്രസ തൊട്ടേ മാലമൗലിദുകളും ഹദ്ദാദുകളും ബദർബീത്തും മങ്കൂസ് മൗലിദും ഒക്കെ പഠന സമയത്തും അല്ലാതെ പ്രത്യേക ക്ലാസുകളിലുമായി ഈ കുട്ടികളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവരെ അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലുതായി വന്ന് ശിർക്ക് പഠിച്ച് ശിർക്കിൽ വലുതായി വന്ന് അത്തരം കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്ന എല്ലാറ്റിലും മുതിർന്നവരെക്കാൾ ഈ പഠിക്കുന്ന കുട്ടികളെയാണ് ഇതിൽ നിർബന്ധപൂർവം എന്ന രൂപത്തിൽ പങ്കെടുപ്പിക്കുന്നത്. സ്വാഭാവികമായി പങ്കെടുക്കുന്നവരും ഉണ്ട്, കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും. അങ്ങനെ ആ ജനിച്ചു വളർന്ന പഠിച്ച ശിർക്കിൽ തന്നെ വിശ്വസിച്ചും അനുഷ്ഠിച്ചും ജീവിച്ചു പോകുന്ന ആളുകൾ മരിക്കുമ്പോൾ പോലും ആ അവസ്ഥയിലാണ് എന്നത് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലുണ്ട്, മുസ്ലിയാരുടെ മറുപടിയിലുണ്ട്. ശിർക്കോടുകൂടി തന്നെയാണ് മരിച്ചു പോകുന്നത്. ഈ ഒരവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത് തീർത്തും വാസ്തവമായി 1% പോലും ബന്ധമില്ലാത്തതാണ് എന്ന് അല്പം മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് തിരിച്ചറിയാവുന്ന ഒരു പച്ച യാഥാർത്ഥ്യമാണ്. ഇത്തരം ആളുകളെ കുറിച്ച് എന്ത് നിലപാടാ സ്വീകരിക്കേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ പ്രത്യക്ഷമായ കാര്യങ്ങളനുസരിച്ചാണ് വിധി പറയുക. സലഫി പണ്ഡിതന്മാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്തും ഒരാളുടെ പ്രത്യക്ഷ നിലപാടെന്താണോ ആ നിലപാടനുസരിച്ചാണ് വിധി പറയേണ്ടത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കേൾക്കാത്ത ആളായിരിക്കുകയില്ല ഫൈസൽ മുസ്ലിയാരും ഇഷ്ടംകാരും അവരുടെ ദായിമാരും ഇക്കമികളും ഒന്നും. അപ്പൊ ഇവിടെ ലാഹിർ എന്താണ്? ശിർക്കിൽ ജനിച്ച് ശിർക്കിൽ ജീവിച്ച് ശിർക്കിൽ മരിച്ചു. പിന്നെ എങ്ങനെയാണ് അവർ മുസ്ലിമായി നിലകൊണ്ട് അങ്ങനെ തന്നെ മരിച്ചവരാണ് എന്ന് വരെ? ശിർക്കിൽ മരിച്ചവൻ എങ്ങനെയാണ് ഫൈസൽ മുസ്ലിയാരെ മുസ്ലിമായി നിലകൊണ്ടവനാവുക? ശിർക്ക് ചെയ്ത ഒരു മുസ്ലിം എന്നൊരു വർഗം ആരെങ്കിലും എണ്ണിയിട്ടുണ്ടോ? അത് പറയുന്നത് തന്നെ ശരിയാണോ? ശിർക്ക് ഒഴിവാക്കി തൗഹീദ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ചവൻ മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ താവൂത്തിൽ അവിശ്വസിച്ചവൻ. അപ്പൊ ഇത്ബാത്ത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന ഇത്ബാത്തും മറ്റ് ആരാധ്യ വസ്തുക്കളെ നിഷേധിക്കുക, ഒന്നിനെ ആരാധിക്കുകയില്ല എന്ന നഫിയും കൂടി ചേരുമ്പോഴല്ലേ തൗഹീദ് ഉണ്ടാവുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൽ തന്നെ ഈ ഇത്ബാത്തും നഫിയും ഇല്ലേ? ഇത് രണ്ടും കൂടി ചെയ്താലല്ലേ ഒരാൾ ഇസ്ലാമാവുള്ളൂ, മുഅ്മിനാകുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഫൈസൽ മുസ്ലിയാർക്ക് ഈ ഇത്ബാത്തിന്റെ വശം നാവിലൂടെ മാത്രം അംഗീകരിക്കുകയും നഫിയുടെ വശം തീരെ അംഗീകരിക്കുകയും ചെയ്യാൻ
ചെയ്യാത്ത ആളുകളെ എങ്ങനെ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റും? ഫൈസൽ മുസ്ലിയാർ ജാമിയത്തുൽ ഹിന്ദിന്റെ ഡയറക്ടറാണല്ലോ. ദീൻ പഠിക്കാൻ വേണ്ടി അവിടെ ആത്മാർത്ഥതയോടുകൂടി കൊണ്ടുപോയാക്കുന്ന ഒരുപാട് വിസ്റ്റം പ്രവർത്തകരുണ്ട്. ഈ മക്കളെയൊക്കെ നിങ്ങൾ ഇതാണോ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അതാണ് മനസ്സിലായതെങ്കിൽ ഈ കുട്ടികളെ കൂടി വഴിവഴിപ്പിക്കണമോ? അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഹിക്കമഴകളെ വഴികേടിന്റെ ആളുകളാക്കി മാറ്റണോ? മുസ്ലിയാർ ഇത് ഗൌരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയാൻ കഴിയുക എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് വിനയപൂർവ്വം ചോദിക്കാനുള്ളത്. ഇനി ഇതേ കാര്യം തന്നെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വാചകമല്ല, അതിന്റെ അടുത്ത വാചകം 4-ാമത്തെ വാചകത്തിൽ അദ്ദേഹം അല്പം സുദീർഘമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടെണ്ണം ഒരുമിച്ച് പറയുന്നത്. ഫൈസൽ മുസ്ലിയാർ പറയാണ്, ഞാൻ അതിന്റെ ചുരുക്കേ പറയുന്നുള്ളൂ. ചുരുക്കം ഇതാണ്: അവർ വിശ്വസിച്ചവരും അനുഷ്ഠാന കാര്യങ്ങളൊക്കെ ചെയ്ത് മുസ്ലിമായി ജീവിച്ചവർ തന്നെയാണ്. ആ വിശ്വസിക്കുക എന്ന് പറയുന്നിടത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിച്ചു, അവിടെ ഇസ്ലാമികമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അനുഷ്ഠാനങ്ങൾ ഏതാണ്? ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം വിശ്വാസകാര്യങ്ങളും വിശ്വാസകാര്യങ്ങൾ വിശ്വസിക്കുകയും അനുഷ്ഠാന കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത് മുസ്ലിമായി ജീവിച്ചവർ തന്നെയാണ് ആര്? ഈ കേരളത്തിലെ ഖുബൂരികളെ കുറിച്ചാണ് മുസ്ലിയാർ പറയുന്നത്. ഇതും മുകളിൽ പറഞ്ഞ അതേ ആശയമാണ്, വാചകം മറ്റൊന്നാണ് എന്നേ ഉള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ഇവർ തൗഹീദ് അംഗീകരിച്ചിട്ടില്ല. തൗഹീദ് അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താ? നേരത്തെ പറഞ്ഞ ഒരു വശം മാത്രം നാവുകൊണ്ട് അംഗീകരിച്ചു, അതും പൂർണ്ണമല്ല. കാരണം അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താം, പ്രാർത്ഥിക്കാം, ചോദിക്കാം, സഹായം തേടാം, ഇതൊന്നും ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സമസ്തക്കാർ. അപ്പോ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന വസ്തുത ഒരു നാവ് കൊണ്ട് പറയുകയും മറ്റു നാവ് കൊണ്ട് 100 വട്ടം അതിനെ എതിർക്കുകയും ചെയ്യുന്നു. നഫിയന്റെ വശം ദാവത്തിൽ അവിശ്വസിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. ശുറൂത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫൈസൽ മുസ്ലിയാർ കണ്ടിട്ടുണ്ടാകുമല്ലോ, പണ്ഡിതന്മാർ പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ ക്ലാസ് എടുത്തിട്ടുണ്ടാകുമല്ലോ, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അതൊക്കെ ഇവിടെ പോയി. അപ്പോ മുസ്ലിമായി ജീവിച്ചവർ തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഫൈസൽ മുസ്ലിയാരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇതേ വാദങ്ങൾ ഉന്നയിച്ച ആളുകളാണ് ജാഹിലിയത്തിലുണ്ടായിരുന്നത്. കാരണം അവരുടേതും പാരമ്പര്യവാദമാണ്. ഈ ഖുബൂരികളായ നമ്മുടെ നാട്ടിലെ ആധുനിക ഖുബൂരികളെക്കാൾ, സമസ്തക്കാരേക്കാൾ അവർ റുബൂബിയത്ത് അംഗീകരിച്ചവരായിരുന്നു. റുബൂബിയത്തിലും ശിർക്ക് വെച്ചവരാണ് സമസ്തക്കാർ. ഇതൊക്കെ കിതാബ് തൗഹീദിന്റെ ശർഹുകളിൽ വിശദമായി പണ്ഡിതന്മാർ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ റുബൂബിയത്തിൽ പങ്കുചേർത്തിരുന്നില്ല. ഇവരതിലും ശിർക്ക് വെച്ചു, ഉലൂഹിയത്തിലും ശിർക്ക് വെച്ചു. മക്ക മുശ്രിക്കുകൾക്ക് ഉലൂഹിയത്തിൽ മാത്രമാണ് ആരാധ്യത, അല്ലെങ്കിൽ ആരാധ്യൻ അള്ളാഹു മാത്രമാണ് എന്നതിലാണ് അവർ പങ്കുവച്ചത്. ലോകം പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എന്നതിൽ അവർക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. ഖുർആനിലെ നിരവധി ആയത്തുകളിൽ ചോദ്യവും മറുപടിയുമായി അള്ളാഹു തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്ക മുശ്രിക്കുകൾ ഞങ്ങൾ ഫൈസൽ മുസ്ലിയാർ വാദിക്കുന്നത് പോലെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നവർ വാദിക്കുന്നു, അല്ലെങ്കിൽ ആ നിലക്ക് ജീവിക്കുന്നു എന്നാണ്. മക്കയിലെ മുശ്രിക്കുകളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ വേറൊരു മതത്തിന്റെ ആളുകളാണ് എന്നവർ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിന്റെ, ഇബ്രാഹിമി ആദർശത്തിന്റെ, ഇബ്രാഹിം നബി പഠിപ്പിച്ച മതത്തിന്റെ ആളുകളാണ് എന്നാണ് അവരും വാദിച്ചത്. പിന്നെയോ അവർ അള്ളാഹുവിനെ സൃഷ്ടാവായും മാലിക്കായും റാസിഖായും മുദബ്ബിറായും മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും അതുപോലെ തന്നെ ജനിപ്പിക്കുന്നവനും മഴ വർഷിപ്പിക്കുന്നവനും എല്ലാ സംഗതികളും കീഴ്പ്പെടുത്തി തന്നവനും ഇതെല്ലാം അള്ളാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. ആയത്തൊന്നും ഞാൻ ഇവിടെ ഓതുന്നില്ല. ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, അതിൽ തന്നെ ചിലത് മാത്രമാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ ചിലതിനെ അവർ നിഷേധിച്ചപ്പോൾ ചിലതിനെ അവർ അംഗീകരിച്ചിരുന്നു. ഖുർആനിൽ തന്നെ ഉണ്ട്, ഞാൻ ആയത്തൊന്നില്ല. പിന്നെ അള്ളാഹുവിൻ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ശരീഅത്തനുസരിച്ചാണ് എന്ന് സമസ്തക്കാർ വാദിക്കുന്നത് പോലെ മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചിരുന്നു. സൂറത്തുൽ അഅറാഫിൽ 28-ാമത്തെ ആയത്ത് വല്ലാഹു അമറനാ ബിഹ, അവർ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങൾ എന്നാണ് അള്ളാഹു അവിടെ പരിചയപ്പെടുത്തിയത്. അതിനെക്കുറിച്ച് അവർ പറയുന്നത് അള്ളാഹുവാണ് ഇതിനെ സംബന്ധിച്ച് ഞങ്ങളോട് കൽപ്പിച്ചത്. അപ്പോ അള്ളാഹുവിന്റെ ശരീഅത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശരീഅത്തനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അവർ വാദിച്ചിരുന്നു. ആരെപ്പോലെ? സമസ്തക്കാരെ പോലെ. മക്കയിലെ മുശ്രിക്കുകൾ അത്യാപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്തത്, ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്നാൽ കേരളത്തിലെ ഖുബൂരികളായ ആളുകൾ നേരെ ഉൾട്ടയാണ്, ഓപ്പോസിറ്റാണ്. അത്യാപൽ ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചാലേ ഉത്തരം കിട്ടുകയുള്ളൂ എന്ന് മാലപ്പാട്ടിന്റെ വിശദീകരണത്തിൽ എഴുതി വെച്ചവരാണ്. അതുപോലെ തന്നെ ഹമീദ് ഫൈസി അമ്പലക്കട പോലെയുള്ള ആളുകൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത് KSRT ബസ്സിൽ കയറുന്നത് പോലെയും ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയുമാണ്. KSRTCയിൽ എത്തിയാലെത്തി, എന്നാൽ ബെൻസ് കാറിൽ എത്രയോ വേഗത്തിലെത്തും. ഇതുപോലെയാണ് അള്ളാഹുവിനോടുള്ള സഹായതേട്ടവും ഔലിയാക്കളുടെ സഹായതേട്ടത്തെ സംബന്ധിച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത്. എന്നാൽ മക്ക മുശ്രിക്കുകൾ അങ്ങനെയായിരുന്നില്ല. അവർ അത്യാപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തു, മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിച്ചില്ല. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന എന്ന വിഷയത്തിലും മക്ക മുശ്രിക്കുകളെക്കാൾ വളരെ മോശപ്പെട്ടവരാണ് ഇന്നത്തെ ഖുബൂരികൾ. ഇതൊക്കെ അവർ ചെയ്തത് എങ്ങനെയാ? അള്ളാഹിനെ നിഷേധിച്ചുകൊണ്ടല്ല, ഞങ്ങൾ മതത്തിന്റെ ആളുകളല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, അള്ളാഹുവിന്റെ ആളുകളാണ്, ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാണ്. ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകൾ എന്നാൽ ഇന്ന് സമസ്തക്കാർ മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നത് പോലെ തന്നെയുള്ളൊരു വാദമാണ്. കാരണം ഇബ്രാഹിം നബിയുടെയും ശേഷം വന്ന പ്രവാചക
പ്രവാചകന്മാരുടെയും ആദർശമാണ് അവർ നിലകൊള്ളുന്നത് എന്നാണ് അവർ അവകാശപ്പെട്ടത്. പിന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക എന്ന ഒരു കാര്യം അവർക്കുണ്ടായിരുന്നു. ഒമാനാബുദുഹും ഇല്ലാലി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ശഫാഅത്ത്, ഈ ഔലിയാക്കന്മാർ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും. ഒരു തരം നമസ്കാരം അവർ നിസ്കരിച്ചിരുന്നു, സൂറത്തുൽ അംഫാൽ. അതുപോലെ തന്നെ മുഹറം 10 നോമ്പ് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ നോറ്റിരുന്നു. അവർ എഴുത്തിക്കാപ്പിരിക്കുന്നവരായിരുന്നു, സദഖ കൊടുത്തിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു, ഉംറ ചെയ്തിരുന്നു, തൽബിയത്ത് ചൊല്ലിയിരുന്നു, തവാഫ് ചെയ്തിരുന്നു, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വേണ്ട സേവനങ്ങൾ നൽകിയിരുന്നു, അവർക്ക് വെള്ളം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തിരുന്നു, പ്രത്യേക പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു, കഅബക്ക് കില്ലണിയിക്കുക എന്ന കഅബയുമായി ബന്ധപ്പെട്ട എല്ലാ സംരക്ഷണവും അവർ നിർവഹിച്ചിരുന്നു. അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിയിരുന്നു. അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയുണ്ട്. രക്തബന്ധം നിലനിർത്തിയിരുന്നു, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു, അതിഥികളെ സൽക്കരിച്ചിരുന്നു, അയൽവാസി ആദരിച്ചിരുന്നു, ബുദ്ധിമുട്ടുന്നവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ഇതൊക്കെ മറ്റൊരു ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആ പദങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ അവർ ചെയ്ത, ഇന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ അവരും ചെയ്തിരുന്നു. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്? ഇബ്രാഹിം നബിയുടെ മതം ആ നിലക്ക് അവർ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പേരിട്ടത് മുസ്ലിങ്ങൾ എന്നല്ല. ഇവിടെ ഈ സാജിദ് മുഹ്സിൻ നിയാഫാദി തക്ഫീരി ഗ്രൂപ്പ് പറയുന്നത് പോലെ പൊതു മുസ്ലിം അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന മുസ്ലിം എന്നുള്ളത് ഫൈസൽ മുസ്ലിയാരുടെയും ഇവരുടെയും അതുപോലെ തന്നെ സുബൈരിയാക്കളുടെയും ഒക്കെ വാദമാണ്. എന്നാൽ അങ്ങനെ ഒരു പേര് കൊടുക്കുന്നതിന് പകരം അവരെ മുശ്രിക്കുകൾ എന്ന് പേരിട്ടു. ഖുർആനിൽ പരിശോധിച്ചാൽ കാണാം, ഹദീസ് പരിശോധിച്ചാൽ കാണാം. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ ഭ്രാന്തന്മാരെ ഔലിയാക്കളാക്കിയില്ല, ഔലിയാക്കളായ ആളുകളെയാണ് ഇടയാളന്മാരാക്കിയത്. എന്നാൽ ഇന്നത്തെ ആളുകൾ ഭ്രാന്തന്മാരെയും നമസ്കരിക്കാത്തവരെയും വൃത്തിയില്ലാത്തവനെയും ചേർപിടിച്ച നഖം വളർത്തുന്നവനും അറപ്പ് തോന്നുന്ന ആളുകളെ ശരീഅത്ത് ബാധകമല്ലാത്തവർ ഔലിയാക്കളാണ് എന്ന് പറയുന്ന ആ ഒരു നിലപാടും ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ 3 വിഷയം പറഞ്ഞു. ഒന്ന്, റുബൂബിയത്തിൽ ശിർക്ക് വെച്ചില്ല, ഇവർ റുബൂബിയത്തിൽ ശിർക്ക് വെക്കുന്നു. അതുപോലെ തന്നെ അവർ അത്യാപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇവർ അത്യാപൽ ഘട്ടങ്ങളിൽ ഔലിയാക്കളോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. അവർ മക്കയിലെ മുശ്രിക്കുകൾ സ്വാലിഹീങ്ങളായ ആളുകളെ ഇടയാളന്മാക്കി, ഭ്രാന്തന്മാരെയും മതനിഷേധികളെയും ആക്കിയില്ല. എന്നാൽ ഇന്ന് ഭ്രാന്തന്മാരെയും മതമില്ലാത്തവരെയും ഔലിയാക്കന്മാരാക്കി വെക്കുന്നു. അപ്പോൾ ഫൈസൽ മുസ്ലിയാരോട് ചോദിക്കാനുള്ളത്, അള്ളാഹു മുശ്രിക്കുകളെന്ന് പേരിട്ട അവർ മുശ്രിക്കുകളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ആളുകൾ മുസ്ലിങ്ങളാവുക? ഇവരെ എങ്ങനെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിം എന്ന് പറയാൻ പറ്റും? ശിർക്കിന്റെ കാര്യത്തിൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകളാണോ ഇന്നത്തെ ആധുനിക ഖുബൂരികളാണോ? ആരാണ് ഏറ്റവും കാഠിന്യമേറിയ ശിർക്കിന്റെ ആളുകൾ? ഫൈസൽ മുസ്ലിയാർ അഖീദന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. ഉത്തരം ലളിതമാണ്. മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാകുന്നു ആധുനിക ഖുബൂരികൾ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ശിർക്കിൽ അകപ്പെടുകയും ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുകയും ശിർക്ക് അമലാക്കുകയും ചെയ്യുന്ന ആളുകൾ എങ്ങനെ മുസ്ലിങ്ങളായി തീരും? ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ ഫൈസൽ മുസ്ലിയാർ പഠിപ്പിക്കുന്നുണ്ടാവും, കുട്ടികളെ കൊണ്ട് ഹിഫ്ളാക്കിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എവിടെയാണ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ ആളുകൾ പുറത്തു പോവുക? ഇനി ഫൈസൽ മുസ്ലിയാർക്ക് ഇത് അറിയില്ലെങ്കിൽ അബൂബക്കർ സലഫിയോട് ചോദിച്ചാൽ മതി. അദ്ദേഹം നിങ്ങളുടെ ഇന്നത്തെ നിലപാടുണ്ടാകുന്നതിന് മുമ്പ്, വിസ്തം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് ദഅവാ സമിതി, കേനമിൽ നിന്ന് പോകുന്ന ദഅവാ സമിതി ഉള്ള കാലത്ത് പെരിന്തൽമണ്ണയിൽ നടത്തിയ ഒരുപാട് ക്ലാസുകളുണ്ട്. ഫൈസൽ മുസ്ലിയാർ അതെങ്കിലും കേട്ടാൽ ഈ കാര്യം പറയില്ല. അബൂബക്കർ സലഫിക്ക് ഇന്ന് ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായിരുന്നാലും ആ പറഞ്ഞ വോയിസുകൾ അവിടെ ഉണ്ട്, അത് ഉറച്ചു നിൽക്കുന്നു. ആള് മാറിയാലും വോയിസ് മാറുകയില്ല. ഇനി ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല, സൗദിയിലെ ഇപ്പോഴത്തെ ഗ്രാൻഡ് മുഫ്തി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബഹാത്തിന്റെ ഷർഹിൽ 31-ാമത്തെ പേജിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറെയും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരു വാചകം ഇവിടെ ഉണർത്തുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ശിർക്കെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം മറുപടി, അവനോട് നീ എന്ത് ചോദിക്കണം, എന്തുത്തരം പറഞ്ഞാൽ എന്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, ഷെയ്ഖ് ഫൗസാൻ പറയാണ്, അള്ളാഹു അല്ലാത്തവരോട് ആയുസ്സിൽ ഒരു വട്ടമെങ്കിലും ദുആ ചെയ്തവൻ അവൻ മുശ്രിക്കായി തീരുന്നു. രാവും പകലും അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം. അപ്പൊ രാവും പകലൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുത്തൻ ആയുസ്സിൽ ഒരിക്കൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവൻ മുശ്രിക്കായി തീരും. യകൂനു മുശ്രിക്കൻ. എന്നിട്ട് ഷെയ്ഖ് ചോദിക്കാൻ, ഫകൈഫ ബില്ലദി യൽഹജു ദാഇമൻ ബിദാലിക വയഖൂലു യാ ഹുസൈൻ യാ ബദവി യാ അബ്ദുൽ ഖാദിർ യാ ഫുലാൻ ഫയസ്തുറു മിൻഹു ശിർകു കതീറൻ. ഒരു വട്ടം വിളിച്ചവൻ കാഫറായി തീരുമെങ്കിൽ എപ്പോഴും തന്റെ നാവ് കൊണ്ട് ഇത് തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഹുസൈനെ, എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിക്കുന്ന ഷിയാക്കളെ കുറിച്ചാണ്. ഈജിപ്തിലെ ബദവിയെ വിളിക്കുന്ന ആളുകൾ, പിന്നെ അബ്ദുൽ ഖാദിർ ജീലാനി, ഇത് വിളിക്കാത്ത സമസ്തക്കാരുണ്ടോ? യാ ഫുലാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, ഇങ്ങനെ എപ്പോഴും ദായിമൻ എപ്പോഴും നാവിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ
എങ്ങനെയാണ് പിന്നെ മുശ്രിക്കല്ലാതിരിക്കുക എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ചോദിക്കുന്നത്. ഒരു വട്ടം വിളിച്ചാൽ തന്നെ മുശ്രിക്കായി. ഇന്നത്തെ സമസ്തക്കാരൻ എന്ത് പ്രശ്നങ്ങൾക്കും ചെറുതാകട്ടെ വലുതാകട്ടെ ദിവസവും ഇത് വിളിക്കാത്ത ആളുകൾ അപൂർവമായിരിക്കും. ഇനി പോകട്ടെ, ആയുസ്സിൽ ഒരു വട്ടമല്ല, ജീവിതത്തിൽ പലതവണ ആവർത്തിച്ചാവർത്തിച്ച് വിശ്വസിക്കുകയും വിളിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഈ ആളുകൾ പിന്നെ എങ്ങനെ മുശ്രിക്കാകാതിരിക്കും? ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ഈ ശിർക്കിലൊക്കെ ജീവിച്ചവനും മുസ്ലിമാണ് എന്ന്. ഒരു വട്ടമല്ല, 1000 വട്ടം വിളിക്കുന്നവനെ കുറിച്ച്. ഇനി അടുത്ത വാചകം, ഫൈദാ ഖാന മൻ ദബഹ ലിഗൈരില്ലാഹി ഔ സ്വല്ലാ ലിഗൈരില്ലാഹി യകൂനു മുശ്രിക്കൻ. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നമസ്കരിക്കുകയോ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുകയോ ചെയ്തവൻ മുശ്രിക്കായി തീരും. ഫകൈഫ ബിമൻ യൽജഉ ഇലാ ഗൈരില്ലാഹി ഫി കശ്ഫി ശദാഇദ് അല്ലാ യകൂന മുശ്രിക്കൻ. മക്ക മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്താണ് ശദാഇദ്? അടുത്ത പ്രശ്നങ്ങളും ആപത്തുകളും നീങ്ങിക്കിട്ടാൻ വേണ്ടി അല്ലാഹു അല്ലാത്തവരിൽ അഭയം തേടുന്നവൻ പിന്നെ എങ്ങനെയാണ് മുശ്രിക്ക് ആകാതിരിക്കുക? അപ്പൊ ഒരു അറിവ് നടത്തിയാൽ മതി. അല്ലാഹു അല്ലാത്തവർക്ക് ഒരു അറിവ്, അല്ലാഹു അല്ലാത്തവർക്ക് ഒരു നമസ്കാരം. അവൻ മുശ്രിക്കാകുമെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യാത്ത അത്യാപൽഘട്ടങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്ന കാര്യം ചെയ്യുന്നവർ എങ്ങനെ മുശ്രിക്കല്ലാതിരിക്കും? അപ്പൊ ഫൈസൽ മുസ്ലിയാരെ വളരെ വ്യക്തമാണ്. നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഈ ജാതി കിതാബുകളുടെ മത്തനുകളൊക്കെ കാണാതെ പഠിപ്പിക്കുന്നത് മാത്രം പോരാ, പണ്ഡിതന്മാർ നടത്തിയ വിശദീകരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഹിക്കമികളെ വളർത്തണം. അപ്പോഴേ അവരെ തൗഹീദിന്റെ ദായിമാരാക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാരെ പോലുള്ള മൗലവിമാരായി വളരുക മാത്രമാണ് ഉണ്ടാവുക. കാണാതെ പഠിക്കുന്നത് വേണ്ടെന്നല്ല, ആവശ്യമാണ്, കാണാതെ പഠിപ്പിക്കണം. പക്ഷേ അത് സലഫി മൻഹജ് അനുസരിച്ചായിരിക്കണം. ഇനി ഫൈസൽ മുസ്ലിയാർ പഠിപ്പിക്കാതിരിക്കലായിരിക്കും ഖൈറ്. കാരണം ആ കുട്ടികൾ കൂടി പഴിച്ചു പോകും. വേറെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ മൻഹജ് അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവര് പഠിപ്പിക്കട്ടെ. അല്ലെങ്കിൽ ഈ കുട്ടികളെ വിട്ടേക്കുക, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക. മുജാഹിദുകളായ ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് ഫൈസൽ മുസ്ലിയാരോട് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഫൈസൽ മുസ്ലിയാരോട് മാത്രമല്ല, ആ നിലപാട് സ്വീകരിച്ച വേറെ മുസ്ലിയാക്കന്മാരോടും, ഇനി മൗലവിമാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അവരോട്. ഈ പറഞ്ഞ വാചകങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിയാർ സ്ഥാപിക്കുന്നത് ഒരാൾ മുസ്ലിമാണെന്ന് വാദിക്കുന്നിടത്തോളം കാലം അയാൾ മുസ്ലിമാണ് എന്നാണ്. ഇത് ഫൈസൽ മുസ്ലിയാരുടെ സംസാരത്തിലുള്ള കാര്യമാണ്. അദ്ദേഹം സമർത്ഥിക്കുന്ന ആശയം അതാണ്. ഒരാൾ മുസ്ലിമാണെന്ന് വാദിക്കുന്നിടത്തോളം കാലം അയാൾ മുസ്ലിമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ 2 വാചകത്തിലും എന്തുണ്ട്? അവരൊക്കെ അങ്ങനെ മുസ്ലിങ്ങളായി ജനിച്ച് മുസ്ലിങ്ങളായി വളർന്ന് മുസ്ലിങ്ങളായി ജീവിച്ച് മുസ്ലിങ്ങളായി നിലകൊണ്ടവരുമാണ്. അപ്പൊ എന്താ പ്രത്യക്ഷം അതാണെന്നാണ് ഫൈസൽ മുസ്ലിയാർ പറയുന്നത്. അല്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി ഒരാൾ മുസ്ലിമാണ് എന്ന് വാദിച്ചാൽ അയാൾ മുസ്ലിമാവോ? ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ കുഫ്ർ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല കാര്യങ്ങളും ചെയ്താൽ അവരെ മുസ്ലിമായിട്ടാണോ പരിഗണിക്കുക? അല്ല മുശ്രിക്കായിട്ടാണോ പരിഗണിക്കുക? കാഫറായിട്ടാണോ പരിഗണിക്കുക? ഈ വാദത്തിനുമുള്ള മറുപടി ഉസൂൽ സലാത്തയുടെ ഷർഹിൽ 71-ാമത്തെ പേജിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല ഇന്നൽ ഹനീഫിയ്യത മില്ലത്ത് ഇബ്രാഹിം, ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ ആദർശമാണ് എന്ന് പറയുന്ന കാര്യത്തെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരൊറ്റ വാചകം, ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ ആരാധിച്ച് നോമ്പ് നോറ്റ് ഹജ്ജ് ചെയ്ത് നമസ്കരിച്ച് ഉംറ ചെയ്ത് സദഖ കൊടുത്ത് സക്കാത്ത് കൊടുത്ത് അങ്ങനെ അള്ളാഹുവിനുള്ള ത്വാഅത്തുകളിൽ അനുസരണങ്ങളിൽപ്പെട്ട എമ്പാടും കാര്യങ്ങൾ ചെയ്യുന്നു. ഇതുപോലെ നമ്മളാണ് സംസ്ഥക്കാരെ പോലെ. ലാകിന്നഹു ലം യുഖ്ലിസ് ലില്ലാഹി അസ്സ വജല്ല ഫീ ദാലിക. ഇതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ അവൻ ഇഖ്ലാസ് പുലർത്തിയില്ല എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത പുലർത്തിയില്ല എന്നല്ല. ഇബാദത്തുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് അള്ളാഹുവിന് മാത്രമാക്കിയില്ല. തുടക്കം പറഞ്ഞ എന്താ? ഫമൻ അബദല്ലാഹ്, അള്ളാഹുവിനെ അവൻ ആരാധിച്ചു. പക്ഷെ ഈ ആരാധനയുടെ കാര്യത്തിൽ അവൻ ആരാധന അള്ളാഹുവിന് മാത്രമാക്കിയില്ല. ഒന്നുകിൽ അവൻ അക്കാര്യങ്ങളൊക്കെ ചെയ്തത് ആളുകളെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആളുകൾ കേൾക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ അവൻ അവന്റെ ഈ പറയുന്ന അള്ളാഹുവിനുള്ള അമലുകളെ ശിർക്കിൽപ്പെട്ട വല്ല കാര്യവുമായി അവൻ കൂട്ടിക്കലർത്തി. ഇത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ സ്വഭാവമാണ്. ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായ നിസ്കാരങ്ങളുണ്ട്. നബി പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായ നോമ്പുകളുണ്ട്. നബി പഠിപ്പിക്കാത്ത ഒരു യാത്രയിൽ 5ഉം 10ഉം ഉംറ ചെയ്യുക എന്ന് പറയുന്ന ബിദ്അത്താണെന്ന് ശൈഖ് ഉസൈമീനും അതുപോലത്തുള്ള പണ്ഡിതന്മാരും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ള ബിദ്അത്തായ ഉംറകൾ ചെയ്യുന്നവർ ഇങ്ങനെ ഒരുപാട് പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതും ചെയ്യുന്നു. എന്നാൽ അക്കൂട്ടത്തിൽ ഇബാദത്തുകൾ ദുആയിൽ അവർ ഇഖ്ലാസ് പുലർത്തുന്നില്ല. അതും അമല് പൊളിക്കുന്ന കാര്യമാണ്. റിയാവും അങ്ങനെ തന്നെയാണ്. ഇവിടെ അവർ ശിർക്കിനോട് കൂട്ടി ശിർക്കിനിൽപ്പെട്ട ചിലത് വല്ലതിനോടും അവർ കൂട്ടിക്കലർത്തി. ഏതുപോലെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുക, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുക. ഫഇന്ന ഹാദാ ലം യകുൻ മുഖ്ലിസൻ ഫീ ഇബാദത്തിഹി ബൽ ഹുവ മുശ്രിക് വലൈസ അലാ മില്ലത്തി ഇബ്രാഹിം. കണ്ടോ, ഇങ്ങനെ ചെയ്തവൻ എമ്പാടും അമലുണ്ട്. പക്ഷേ ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കിയില്ല. അവൻ അതിനോട്
അതിനോട് ശിർക്കിൽപ്പെട്ട വല്ലതിനെയും കൂട്ടിക്കലർത്തി, എല്ലാം കൂട്ടിക്കലർത്തണ്ട, ശിർക്കിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കലർത്തിയാൽ മതി, അപ്പോൾ അവൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലല്ല, മറിച്ചവൻ മുശ്രിക്കാകുന്നു. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞെന്താ, ഇതൊക്കെ ചെയ്താലും അവൻ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണെന്ന് വാദിച്ചതുകൊണ്ട് അവനെ മുസ്ലിമായി പരിഗണിക്കണം, അവരെ മുസ്ലിങ്ങളെ കൂട്ടത്ത് കൂട്ടണം, മുസ്ലിങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുക്കണം. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല തൊട്ടടുത്ത വാചകം കതീറു മിമ്മൻ യന്തസിബൂന ഇലൽ ഇസ്ലാമിൽ യൗം യഖഊന ഫി ശിർക്കിൽ അക്ബർ. ഇത് ഏതെങ്കിലും കാലത്തുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്, ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ചേർന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരിൽ അധിക പേരും വലിയ ശിർക്കിൽ അകപ്പെട്ടവരാകുന്നു. എന്നിട്ട് എന്താണ് വലിയ ശിർക്ക് എന്ന് അദ്ദേഹം പിന്നെ പറയുന്നത്, നേരത്തെ പറഞ്ഞൊക്കെ തന്നെ. അപ്പോ ഈ ആളുകൾ നമസ്കരിച്ചാലും നോമ്പ് നോറ്റാലും സക്കാത്ത് കൊടുത്താലും ഹജ്ജ് ചെയ്താലും എന്ത് ഇസ്ലാമിലെ താഅത്തുകൾ ചെയ്താലും ശരി, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക അല്ലെങ്കിൽ ദുആ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് വിശ്വാസമുണ്ടെങ്കിൽ പോലും, അതൊക്കെ തൗഹീദിന്റെ ഭാഗമാണ്, അനുവദനീയമാണ് എന്ന് വിശ്വസിച്ചാൽ പോലും അവർ ശിർക്കിലാകുന്നു. ഇന്നത്തെ മുസ്ലിങ്ങളിൽ അധികവും അങ്ങനെയാണ്. സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ ആളുകളെ ഫൈസൽ മുസ്ലിയാർ പോയപ്പോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ പിന്നെ ആരെക്കുറിച്ചാ പറഞ്ഞത്? ഇക്കാലഘട്ടത്തിലെ ലോകത്തെ മുസ്ലിങ്ങളിൽ അധികവും അങ്ങനെയാണ്. ആ കൂട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ ഉപൂരികളായ ആളുകളും ഇസ്ലാമാണ് എന്ന് യന്തസിബൂന ഇലൽ ഇസ്ലാം. അതുകൊണ്ട് കാര്യമല്ല, ഫൈസൽ മുസ്ലിയാർ പറയുന്നത് മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടാൽ അവനെ മുസ്ലിമായി അംഗീകരിക്കണം. ഷെയ്ഖൻ അത് പറയുന്നുണ്ട്, വഹും യഖൂലൂന ഇന്നഹും മുസ്ലിമൂൻ. ഈ ആളുകൾ പറയുന്നത് തങ്ങൾ മുസ്ലിങ്ങളാണെന്നാണ്. ഹഉലാഇ ലം യഅരിഫൂ മില്ലത്ത ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നാൽ ഇക്കൂട്ടർ ഇബ്രാഹിമി മില്ലത്ത് മനസ്സിലാക്കിയിട്ടില്ല. ആ ഇബ്രാഹിമി മില്ലത്തിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടത്. ആ മില്ലത്ത് ഏതാണെന്നും അവർ മനസ്സിലാക്കിയില്ല. ഒന്നുകിൽ അവർ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ഇബ്രാഹിമി മില്ലത്തും മുഹമ്മദ് നബിന്റെ ആദർശവും എന്താണെന്ന് മനസ്സിലാക്കുകയും ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിലകൊള്ളുന്നതിന് പകരം അതിനെതിരായ നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. വൽ ഇയാദു ബില്ലാഹി വഹാദാ അശദ്ദു. അല്ലാഹുവിൽ രക്ഷ തേടുന്നു, ഇത് ഏറ്റവും കഠിനമാണ്. അപ്പൊ ഒരു വകുപ്പുല്ല മുസ്ലിയാർ ഇവിടെ. എന്താണ്? ഒന്നുകിൽ ഈ കാര്യം അവർ മനസ്സിലാക്കിയില്ല. ഫൈസൽ മുസ്ലിയാർ പറയുന്നതോ അവർ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് അവരെ മുസ്ലിമായി പരിഗണിക്കണം. ഇവിടെ ഷെയ്ഖ് ഫൗസാൻ പറയുന്നത് അവർ മനസ്സിലാക്കിയിട്ടില്ല, എന്നാലും അവർ മുസ്ലിക്കുകളാണ്. കാരണം മനസ്സിലാക്കേണ്ടത് അവരെ ബാധ്യതയാണ്. ഇനി മനസ്സിലാക്കിയിട്ട് അതിനെതിരിൽ ശിർക്കിൽ പ്രവർത്തിക്കുകയാണെങ്കിലോ, എന്നാൽ അത് ആദ്യത്തേതിനേക്കാൾ, മനസ്സിലാക്കാതെ ശിർക്ക് ചെയ്യുന്നതിനേക്കാൾ കഠിനമായ കുറ്റമാണ് മനസ്സിലാക്കിയിട്ടും എതിർ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഖുർആൻ ഓതുന്ന, ഹദീസ് ഓതുന്ന, ഹിഫ്ളാക്കിയ, തഫ്സീർ എഴുതിയ, അറബിയിൽ പുസ്തകങ്ങൾ എഴുതിയ, അറബിയിൽ ഖുതുബ നടത്തുന്ന, എമ്പാടും ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുള്ള ദർസ് നടത്തുന്ന മുസ്ലിയാക്കന്മാരായ ആളുകൾ ഇത് മനസ്സിലാക്കാത്തവരാണോ മനസ്സിലാക്കിയവരാണോ, അറിയാത്തവരാണോ അറിഞ്ഞവരാണോ? രണ്ടു കൂട്ടരും വിടൂല. രണ്ടു കൂട്ടരെ കുറിച്ച് ഇവിടെ ശൈഖ് പറയുന്നത്, ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഫൈസൽ മുസ്ലിയാരുടെ എന്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമാണെന്ന് പറഞ്ഞവനെ മുസ്ലിമായി അംഗീകരിക്കണം എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണ്? അടുത്ത വാചകം, ഫമില്ലത്തു ഇബ്രാഹിം ലാ തഖ്ബലു ശിർക ബിഅയ്യി വജ്ഹിൻ മിനൽ വുജൂഹ്. ഒരു നിലക്കും ഇബ്രാഹിമി മില്ലത്ത് ശിർക്കിനെ അംഗീകരിക്കുകയില്ല. മുസ്ലിങ്ങൾ പിന്തുടരേണ്ടത് ഏത് മില്ലത്താണ്? ഇബ്രാഹിമി മില്ലത്താണ്. മില്ലത്ത അബീക്കും ഇബ്രാഹിമ എന്ന് സൂറത്ത് ഹജ്ജിന്റെ അവസാന ഭാഗത്ത് കാണാം. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ആദർശം. ആ ആദർശത്തിൽ ഒരിക്കലും ശിർക്കില്ല, ഒരു നിലക്കും ശിർക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ശിർക്ക് ഇസ്ലാമിൽ പെട്ടതല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവനെ എങ്ങനെയാണ് മുസ്ലിമായി പരിഗണിക്കുക മുസ്ലിയാരെ? ഇനി അദ്ദേഹം പറയാണ്, ആരെങ്കിലും തന്റെ അമലിനെ വല്ല ശിർക്ക് കൊണ്ടും കൂട്ടിക്കലർത്തിയാൽ, അതായത് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് അക്കൂട്ടത്തിൽ ശിർക്ക് കൂട്ടിക്കലർത്തിയാൽ ഫലൈസ അലാ മില്ലത്തി ഇബ്രാഹിം, അവൻ ഇബ്രാഹിം മില്ലത്തിലല്ല. കാരണം ശിർക്ക് ഇബ്രാഹിം മില്ലത്തിലല്ല. വഇൻ കാന യന്തസിബു ഇലൈഹാ വയസ്മു അന്നഹു മുസ്ലിം, ഞാൻ ഇബ്രാഹിം മില്ലത്തിന്റെയോ മുഹമ്മദ് നബിയുടെ മതത്തിന്റെയോ ആളാണെന്ന് വാദിക്കുകയും അതിലേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ പോലും അവൻ മുസ്ലിം ആവുകയില്ല. മറിച്ച് അവന്റെ ബാധ്യതയാണ് ഇബ്രാഹിം മില്ലത്ത് എന്തെന്ന് പഠിക്കൽ, അതനുസരിച്ച് പ്രവർത്തിക്കൽ, അതിനോട് പ്രതിബദ്ധത പുലർത്തി അള്ളാഹുവിനെ മാത്രമാക്കി അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയൽ, ഇബാദത്തിൽ ഒരിക്കലും ചെറുതോ വലുതോ ആയ ശിർക്ക് ഉൾപ്പെടുത്താതിരിക്കൽ. ഇബ്രാഹിം മില്ലത്തിലാണെന്ന് മുഹമ്മദ് നബിയുടെ ആദർശത്തിലാണെന്ന് വാദിക്കുന്നവന്റെ നിർബന്ധ ബാധ്യതയാകുന്നു. അപ്പൊ എന്താ പറഞ്ഞാ പോരണ്ടാകണം. ഇതാണ് ഇസ്ലാം. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതോ ഉണ്ടാകേണ്ടതില്ല, പറഞ്ഞാൽ മതി. പറഞ്ഞതിനെതിരെ ചെയ്താൽ അത് പരിഗണിക്കേണ്ടതില്ല. ഇത് ഏത് വാദമാണ്? ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ ഏത് വിഭാഗത്തിന്റെ വാദമാണ്? അപ്പൊ മുസ്ലിയാരെ വീണ്ടും ചോദിക്കട്ടെ, ഫൈസൽ മുസ്ലിയാരെ, ഈ നവാഖിദുൽ ഇസ്ലാം എവിടെ പോയി? നവാഖിദുൽ ഇസ്ലാം എന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പോകട്ടെ, അതിന്റെ ആദ്യ ഭാഗത്തുള്ള 3 കാര്യങ്ങളുണ്ടല്ലോ, അതെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിത് പറയാൻ കഴിയുക? ഇസ്ലാമിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത് ശിർക്കാണോ അതല്ല ഇസ്ലാമാണോ? അള്ളാഹുവിനും അടിമക്കുമിടയിൽ മധ്യവർത്തികളെ സ്വീകരിക്കുകയും അവരോട് ദുആ നടത്തുകയും അവരോട് ശഫായത്ത് തേടുകയും അവരിൽ തവക്കുലാക്കുകയും ചെയ്യുന്ന ആളുകൾ മുസ്ലിമാണോ അതല്ല കാഫറും മുശ്രിക്കുമാണോ? മുശ്രിക്കുകൾ, ശിർക്ക് ചെയ്യുന്നവരെ കാഫറാക്കാത്തവർ, അവനും മുസ്ലിമല്ല. കാഫറോ അല്ലെങ്കിൽ
മുശ്രിക്കോ ആണ്. അവരുടെ വിശ്വാസങ്ങൾ കുഫ്റാണെന്നോ ശിർക്കാണെന്നോ കാര്യത്തിൽ സംശയിക്കുന്നവൻ അവന്റെ വിധി എന്താണ്? ഇതൊക്കെ ഫൈസൽ മുസ്ലിയാർ ലവാഖുൽ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരേ ആശയമുള്ള 2 വാചകങ്ങളെക്കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർക്ക് ഇത് തിരിഞ്ഞിട്ടില്ലെങ്കിലും സാധുക്കളായ ഒരുപാട് ഇതാണ് ദീൻ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ വിസ്തത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആളുകളെ ഉദ്ദേശിച്ച് ഇത് വിസ്തംകാരെ കുറിച്ച് മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് 3 മുജാഹിദുകൾ, ABC ഗ്രൂപ്പുകൾ, കാരണം മർക്കസ് ദഅവ, വിസ്തം മുജാഹിദ്, പിന്നെ സുബൈരിയാക്കൾ, പിന്നെ തക്ഫീരി സംഘങ്ങൾ, ഇവരൊക്കെ നിലപാടിതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഈ സംസാരം. ഫൈസൽ മുസ്ലിയാർ അതിനൊരു കാരണക്കാരനായി അത് അദ്ദേഹം പച്ചക്ക് പറഞ്ഞു എന്നത് മാത്രമാണ് ഫൈസൽ മുസ്ലിയാർ ഇവിടെ പേരെടുത്ത് പറയാനുള്ള കാരണം. ഈ രംഗത്ത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് നിലകൊള്ളുവാനും